സാന്റോസ് വേഴ്സസ് വാസ്കോ ഡ ഗാമ. മത്സരം സാന്റോസ് 3-0 വിജയിച്ച് കയറിയിരുന്നു. ഇന്നലെയായിരുന്നു മത്സരം കഴിഞ്ഞിരുന്നത്. സാന്റോസിന്റെ ക്യാപ്റ്റൻ നെയ്മർ ജൂനിയറും വാസ്കോ ഡ ഗാമയുടെ ക്യാപ്റ്റൻ തിയാഗോ മെൻഡസും തമ്മിൽ കൈ കൊടുക്കുന്ന സമയത്ത് കൈ കൊടുത്തില്ല. അതിനുവെച്ചാൽ നെയ്മർ കൈ നീട്ടി, പക്ഷെ തിയാഗോ മെൻഡസ് കൊടുത്തില്ല. അതിന് കാരണം കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു പക ഇവര് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമൂലമാണ് ഹാൻഡ് ഷേക്ക് കൊടുക്കാണ്ടിരുന്നത്. ഇരു ടീമിന്റെ ക്യാപ്റ്റന്മാര് ഹാൻഡ് ഷേക്ക് കൊടുക്കാതിരുന്നതോടുകൂടി തന്നെ മത്സരം ഭയങ്കര കടുപ്പാവുന്ന എല്ലാവർക്കും മനസ്സിലായി. കാരണം രണ്ട് ടീമിനും വിജയിച്ചേ പറ്റൂ. കാരണം ക്യാപ്റ്റന്മാര് തമ്മിൽ ഒട്ടക്കി നിൽക്കുന്ന ഒരു മത്സരം ജയിക്കുന്ന ടീമിന് ഒരു ആധിപത്യവും. പക്ഷെ അവസാനം വിജയിച്ച് കയറിയത് നെയ്മർ തന്നെയാണ്. 3-0 വാസ്കോ ഡ ഗാമയെ അലക്കി വിട്ടത് സാന്റോസ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ 2020 നെയ്മർ PSG വേണ്ടി കളിക്കുന്നു, മെൻഡസ് ലിയോണിന് വേണ്ടി കളിക്കുന്നു. തിയാഗോ മെൻഡസ് മിഡ്ഫീൽഡറാണ് കേട്ടോ. അപ്പൊ അന്ന് ഒരു ഹാർഡ് ടാക്കിളിലൂടെ നെയ്മറെ പരിക്കേൽപ്പിച്ചിരുന്നു തിയാഗോ മെൻഡസ്. അപ്പൊ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ നെയ്മർ പറഞ്ഞിരുന്നു, തിയാഗോ മെൻഡസ് വേണം പറഞ്ഞാണ് എന്നെ പരിക്കേൽപ്പിച്ചത്, ഹാർഡ് ടാക്കിൾ എന്നൊക്കെ പറഞ്ഞ് നെയ്മർ പറഞ്ഞിരുന്നു. ആ ഫ്രസ്ട്രേഷനിൽ, കാരണം അത്ര ഒരു മാസം നെയ്മർ പുറത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ടാക്കിളിന്റെ പേരിൽ. അപ്പൊ തിയാഗോ മെൻഡസിനെ കുറച്ചധികം സൈബർ അറ്റാക്കുകളും എല്ലാം നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്ത്. സോ അതിനുശേഷം പിന്നീട് എപ്പോഴൊക്കെ ഇവര് കണ്ടുമുട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഇവര് തമ്മില് അത്ര രസത്തിലല്ല. ഇതിനു മുമ്പത്തെ ഒരു മത്സരത്തിൽ വാസ്കോ ഡ ഗാമയും സാന്റോസും കണ്ടുമുട്ടിയപ്പോഴും ഇരുവരും സംസാരിക്കുകയോ കൈ കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇതാ വീണ്ടും ഇന്നലെ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. സോ ഇപ്പോഴും ഇവരെ പക തീർന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കും. പക്ഷെ എനിവേ സാന്റോസ് വിജയിച്ചിരിക്കുന്നു, 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു. മെൻഡസ് അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നെയ്മർ ജൂനിയർ 3 പോയിന്റും കൊണ്ടുപോയി.